മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സീസണുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞുപോയത്. ഷോ അവസാനിച്ചെങ്കിലും അതിനകത്തുണ്ടായ തർക്കങ്ങളും പുറത്തു വന്നതിനു ശേഷമുള്ള ചർച്ചകളും ഇനിയും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും വലിയൊരു ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നടി മായാ വിശ്വനാഥിന്റെ പുതിയ വെളിപ്പെടുത്തൽ. മലയാളത്തിന്റെ പ്രിയ നടിമാരായ ശ്വേതാ മേനോനും അൻസിബ ഹസനും തമ്മിൽ നിലനിൽക്കുന്ന ശത്രുതയുടെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തിക്കൊണ്ടാണ് മായ രംഗത്തെത്തിയിരിക്കുന്നത്. മൂർഖൻ പാമ്പിനോ അണലിക്കോ പോലും ഇത്രയും പക കാണില്ല എന്ന് മായാ വിശ്വനാഥിന്റെ വാക്കുകൾ ഇതിനകം തന്നെ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു. എന്താണ് ശ്വേതാ മേനോനും അൻസിബയും തമ്മിലുള്ള പ്രശ്നം? പ്രേക്ഷകർക്ക് അറിയാത്ത ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്ന ആ രഹസ്യം എന്താണ്? നമുക്ക് വിശദമായി നോക്കാം. ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി മായാ വിശ്വനാഥ് പ്രേക്ഷകർ ആരും കാണാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ആ ബിഗ് ബോസ് കഥ വെളിപ്പെടുത്തിയത്. അൻസിബ ഹസൻ ബിഗ് ബോസ് വീടിനുള്ളിൽ മത്സരാർത്ഥിയായി നിന്ന സമയത്ത് ശ്വേതാ മേനോൻ അതിഥിയായി ഷോയിലേക്ക് എത്തിയിരുന്നു. അവിടെ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യങ്ങളുടെ തുടക്കം കുറിക്കുന്നത്. മായയുടെ വാക്കുകൾ കടമെടുത്താൽ ജനങ്ങൾക്കൊന്നും അറിയാത്ത ഒരു വലിയ കഥ ആ വീട്ടിനുള്ളിൽ നടന്നിട്ടുണ്ട്. ബിഗ് ബോസ് വേദിയിലേക്ക് ഷോയുടെ അവതാരകനായ സാക്ഷാൽ മോഹൻലാൽ എത്തിയപ്പോൾ അൻസിബ ബഹുമാനപൂർവ്വം ലാലേട്ടന്റെ കാൽ തൊട്ട് വണങ്ങിയിരുന്നു. മുതിർന്ന ഒരു കലാകാരനോടുള്ള ആദരവായിരുന്നു അൻസിബ അവിടെ പ്രകടിപ്പിച്ചത്. എന്നാൽ തൊട്ടടുത്ത് നിന്നിരുന്ന ശ്വേതാ മേനോന്റെ കാൽ തൊട്ട് വണങ്ങാൻ അൻസിബ തയ്യാറായില്ല. ഇതാണ് ശ്വേതാ മേനോനെ ചൊടിപ്പിച്ചതും അൻസിബയോടുള്ള കടുത്ത പകയായി മാറിയതുമെന്നാണ് മായാ വിശ്വനാഥ് വെളിപ്പെടുത്തിയിരുന്നത്. അഭിമുഖത്തിൽ മായ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയിൽ എവിടെ നിൽക്കുന്നു? ശ്വേതാ മേനോൻ എവിടെ നിൽക്കുന്നു? ലാലേട്ടന്റെ അടുത്ത് നിൽക്കുന്നത് അന്തരിച്ച KPSC ലളിതയോ കവിയൂർ പൊന്നമ്മയോ ഒക്കെ ആയിരുന്നെങ്കിൽ അൻസിബ തീർച്ചയായും കാൽ തൊട്ട് വണങ്ങുമായിരുന്നു. കാരണം അവർ നൽകുന്ന ബഹുമാനം അർഹിക്കുന്നവരാണ്. എന്നാൽ ശ്വേതാ മേനോന്റെ കാൽ തൊട്ട് വണങ്ങേണ്ട എന്താവശ്യമാണ് അൻസിബയ്ക്കുള്ളത് എന്നാണ് മായ ചോദിക്കുന്നത്. നമ്മൾ ചോദിച്ചും പിടിച്ചു വാങ്ങിയും വാങ്ങേണ്ടതാണോ അംഗീകാരവും ബഹുമാനവും? ഈ ഒരൊറ്റ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് മുൻപ് ഒരുമിച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള അൻസിബയെ പിന്തുണയ്ക്കുന്നതിന് പകരം ശ്വേത അവിടെയുള്ള മറ്റുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്തത്. അൻസിബ പറഞ്ഞ പല ന്യായമായ കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് യാതൊരു പരിചയവുമില്ലാത്ത മറ്റു മത്സരാർത്ഥികൾക്ക് ശ്വേത പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു. ഇതെല്ലാം ആ മനസ്സിൽ കിടന്ന പകയുടെ പുറത്തായിരുന്നു എന്നാണ് മായ വ്യക്തമാക്കുന്നത്. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ശ്വേത ഈ പക മനസ്സിൽ കൊണ്ടു നടക്കുകയാണെന്ന് മായ ആരോപിക്കുന്നു. ഒരു പാമ്പിനെ പോലെ പക വീട്ടാൻ കാത്തിരിക്കുകയാണ് ശ്വേത എന്നാണ് മായയുടെ കടുത്ത പ്രയോഗം. മൂർഖൻ പാമ്പിനോ അണലിക്കോ പോലും ഇത്രയും നാൾ മനസ്സിൽ പക കാണില്ലെന്നും എന്നാൽ ശ്വേതയുടെ പെരുമാറ്റം അതിനേക്കാൾ കഠിനമാണെന്നും മായ അഭിമുഖത്തിൽ തുറന്നടിച്ചു. സിനിമയ്ക്കുള്ളിലെ ഇത്തരം ഈഗോകളും മത്സരങ്ങളും പുതിയ കാര്യമല്ലെങ്കിലും കാലിന്റെ ചുവട്ടിൽ വീണ് വണങ്ങിയില്ല എന്ന കാരണത്താൽ ഒരു സഹപ്രവർത്തകയോട് ഇത്രയും വലിയ വിദ്വേഷം കാണിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ആളുകൾ. മായാ വിശ്വനാഥിന്റെ ഈ തുറന്നു പറച്ചിൽ ശ്വേതാ മേനോനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. മായാ വിശ്വനാഥിന്റെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. അൻസിബയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ബഹുമാനം എന്നത് തോന്നി ചെയ്യേണ്ട ഒന്നാണെന്നും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടതല്ലെന്നുമാണ്. എന്നാൽ ശ്വേതാ മേനോന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ വിഷയത്തിൽ ശ്വേതയോ അൻസിബയോ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചും മായാ വിശ്വനാഥിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.